അത് വന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ESI ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കുഞ്ഞിനെ, ആദ്യത്തെ കുഞ്ഞിനെ അതിനെ കൊണ്ടുപോയിട്ട് അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അതിനുശേഷമാണ് ആ വീട്ടിലെ 2 പെൺകുഞ്ഞുങ്ങൾ 17, 19 വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങൾ പിടഞ്ഞ് മരിച്ചിട്ട് നിങ്ങൾ എവിടെയാണ് അതൊന്ന് അന്വേഷിക്കാനുള്ള ആരെങ്കിലും അവിടെ ചെന്നിരുന്നോ? ഹെൽത്തിൽ നിന്ന് ആരെങ്കിലും ചെന്നിരുന്നോ? അവസാനം മരണം അറിഞ്ഞ് പുറത്തുണ്ടായിരുന്ന സ്ഥല MLA അവിടെ അന്വേഷിച്ചെത്തി ആ വീട് സന്ദർശിക്കുമ്പോഴാണ് അവിടുത്തെ ദയനീയമായ അവസ്ഥ മനസ്സിലാവുന്നത്. അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടാണ് കിംസ് ഹോസ്പിറ്റലിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോയത്, ഒരെണ്ണത്തിനെങ്കിലും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? അവിടെ സാധാരണഗതിയിൽ ഹെൽത്ത് വർക്കേഴ്സ് കയറി ഇറങ്ങേണ്ടതാണ്. ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളല്ലേ നടപടി എടുക്കേണ്ടത്, അല്ലാതെ വേറെ ആരാ നടപടി എടുക്കാൻ? മുഖ്യമന്ത്രി അടുത്ത് പോകണോ ഞങ്ങള്? ഇവിടുന്ന് ഉത്തരവാദിത്തോടെ ചെയ്യുന്നില്ല. ഒരു പിഞ്ചു കുഞ്ഞ് പേപ്പട്ടി കടിച്ചു മരിച്ചിട്ട് പോലും അതിനെതിരെ നിങ്ങൾ എന്താ ചെയ്തത്? സ്ഥലം സന്ദർശിച്ചോ? DMO ഇന്ന് ഈ നിമിഷം വരെ അവിടെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഉത്തരവാദിത്തോടെ ഒരു ഉദ്യോഗസ്ഥ പോലും അവിടെ എത്തിയിട്ടില്ല. പിന്നെ നിങ്ങളുടെയൊക്കെ ജോലി എന്താണ്? എന്തിനാണ് ഇരിക്കുന്നത്? നിങ്ങൾ ഒരാളിന്റെ നിലയ്ക്ക് പകരം ചാർജ് ഉള്ളവരുണ്ട്. അവിടെ ഇത്രയും പേര് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് ആരെങ്കിലും ചെല്ലണ്ടേ? പഞ്ചായത്തിലേക്ക് നിർദ്ദേശം കൊടുക്കണ്ടേ? ആ വാർഡിലൊന്ന് പരിശോധനയ്ക്ക് ഇറങ്ങണ്ടേ? അത്രയും പേര് ഒരു വാർഡിലുള്ള അത്രയും 10,000-ൽ 10 ആളുകൾ മരിച്ചു വിടുന്നത് നിങ്ങൾ നോക്കിയിരിക്കോ? അല്ല പറഞ്ഞു, ഈ ക്ഷമയൊന്നും ഞങ്ങൾ ഒരു അമ്മയുടെ 2 മക്കളും മരിച്ചു, ഒരു കുഞ്ഞ് ഏത് നിമിഷവും മരണപ്പെടുന്ന അവസ്ഥയിൽ നിന്നാണ്. അതെങ്കിലും രക്ഷപ്പെടട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. എന്താ ലോകത്തെ പ്രാർത്ഥന കൊണ്ടാണ് മാറ്റേണ്ടത്? അതും കൂടെ നിങ്ങൾ പറയൂ. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട. എന്തിനായിരിക്കുന്നത്? നിങ്ങൾ ഇരിക്കണ്ട, അങ്ങോട്ട് പോവണ്ട. എല്ലാവർക്കും അവിടെ അവരവരുടെ സീറ്റിൽ ഇരിക്കാനാവുമല്ലോ. നിങ്ങളുടെ ജോലി എന്താണ്? വീട്ടിലെ ഏതെങ്കിലും ഒരു കുഞ്ഞായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളല്ലേ ഇതിനുള്ള പരിഹാരം നിങ്ങൾ ഉണ്ടാക്കിയേനെ. ഇതൊന്നും നടന്നില്ലല്ലോ. ഒരു സാധാരണ ഒരു അമ്മയുടെ കുഞ്ഞുങ്ങളായിട്ടല്ലേ ഇങ്ങനെ വന്നത്. നമ്മുടെ വീട്ടിലെ ഈ അവസ്ഥ വരുന്നെങ്കിൽ എന്ത് ചെയ്യും? അല്ല, മീഡിയ പരിഹാരത്തിൽ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. ഒരു പരിഹാരം ഉണ്ടാക്കിയെങ്കിലേ ഞങ്ങൾ പോകും. ഒരു DMO മാത്രമൊന്നും ഒരു മന്ത്രി മാത്രമൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഈ ആശാവർക്കർമാരാണ് താഴെ പോയി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആശാവർക്കർമാരുടെ സമരമായപ്പോഴത്തേക്ക് അവരെ ഒന്ന് പറഞ്ഞു വിടും, അവരെ വാർഡിലേക്ക് വിടും, അവരുടെ ജോലി ചെയ്യട്ടെ. നിങ്ങൾ ആശാവർക്കർമാരെ നിങ്ങൾ പറഞ്ഞു വിടണ്ട. നിങ്ങളെ പരിധി വരുന്നില്ലെങ്കിൽ അതിന് പകരം സംവിധാനം ഉണ്ടാക്കൂ. അതല്ലേ ശരി. അല്ല, ഞങ്ങളോട് ചെല്ലുന്ന കഥ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ. ഞങ്ങൾക്കറിയാന്ന് പറയുന്നതല്ല. JHIമാരുണ്ട്, HIമാരുണ്ട്. ആശാവർക്കർമാർ സമരത്തിൽ പോകാനുള്ള ബദൽ സംവിധാനം ഉണ്ടാക്കണം. ഉണ്ടാക്കാതെ ഈ പാവത്തങ്ങൾ ഓരോരുത്തർ ചത്തൊടുങ്ങിയ ശേഷമാണോ അതിന്റെ പുറകെ പോകുന്നത്?